രാവിലെ തന്നെ സ്കൂളോടൊക്കെ കഴിഞ്ഞ് അതിരാവിലെ തന്നെ നമ്മൾ വണ്ടി വെക്കാൻ പോയേക്കണം. അപ്പോൾ ഒരു 2 വീലർ കൊടുക്കണം, സ്കൂട്ടർ വേണോ ബൈക്ക് വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ബൈക്കൊക്കെ മോഡൽസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തെങ്കിലും ഇല്ല, അടുത്തന്നെ എടുക്കണം. അപ്പോൾ നേരെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ കാണാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നേരെ സർവീസ് സെൻറ്ററിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് യമഹ ഹൈറോക്സിൻ്റെ കേബിൾ മാറുന്നൊരു സീനാണ് കേട്ടോ. ഇന്ന് നേരെ ലാൻഡിലോട്ട് പോയിട്ടുണ്ട്. 5ാമത്തെ ചാൻസാണ് ഇന്നും കിട്ടിയത്. ഉച്ച കഴിഞ്ഞ് പോയപ്പോൾ സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുട്ബോളിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അവരെ ശല്യപ്പെടുത്തണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ നേരെ കാരക്ക പെറുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഇത് കാരക്കയാണെന്ന്. നോമ്പ് സമയത്ത് കിട്ടുന്ന കാരക്കയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല കേട്ടോ. ഇത് പച്ചനെ പറിച്ച് ഉപ്പിലിട്ട് കഴിച്ചാൽ നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് കൂടാതെ ഇവിടെ കുറച്ച് അച്ചിങ്ങപ്പയർ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് പറിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇത് വെറുതെ തെങ്ങിന് വളമായിട്ട് ഇട്ടിട്ട് മുളച്ചേക്കണതാണ്. തെങ്ങിന് ഈ പയർ കുത്തുന്ന ഒരു ഏർപ്പാടുണ്ട് ഇവിടെ, അങ്ങനെ മുളച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും പയറും പൊട്ടിച്ച് നിൻ്റെ നേരെ വീട്ടിൽ